ഹലോ. വളരെ സന്തോഷത്തോടുകൂടെയും ആവേശത്തോടും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ലോകശ്രദ്ധയെ മുഴുവൻ ആകർഷിച്ച ഒരു തീരുമാനം നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാറും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ചേർന്ന് പുതിയ ഒരു തീരുമാനമെടുത്തു. നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധിയാണ്. എന്തിനാണ് ഈ അവധി കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ കാണുന്നതിന്, അതായത് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ നിർണായക നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവാക്കളെയും നമ്മുടെ കൊച്ചുമക്കളെയും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണിത്. ഈ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ കുട്ടികളെല്ലാം മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും തുടർച്ചയായി ഫോൺ ചെയ്യുന്നു. ഞങ്ങൾക്ക് നാളെ അവധി വേണം, ഞങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകാൻ വയ്യ, ഞങ്ങൾക്ക് കളി കാണണം എന്നൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിരത്തി വെച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒത്തിരി അധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ലോകത്തിൻ്റെ തന്നെ കായിക ചരിത്രത്തിലേക്ക് വളരെയധികം ഒരു കുതിച്ചുചാട്ടം നടത്താൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ എടുത്ത ഒരു തീരുമാനം. മാധ്യമങ്ങളെല്ലാം എടുത്തു കാണിക്കുന്നത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളും, തീരദേശ പ്രദേശങ്ങളും, വലിയ വലിയ ജംഗ്ഷനും വലിയ സ്റ്റേഡിയങ്ങളും എല്ലാം കായിക പ്രേമികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അർജൻറ്റീനയാണോ സ്പെയിനാണോ, ആരാണ് ജയിക്കുന്നത്, ആരാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ നേടുന്നത്, 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ആരാണ് ഈ കപ്പ് നേടുന്നത്, ആരാണ് ഗോൾഡ് ബൂട്ട് നേടുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള വളരെ ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കേരളത്തിലെ മുഴുവൻ ആബാലവൃദ്ധ ജനങ്ങളും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ആരാണ് കപ്പ് നേടുന്നത്? ഞാനൊരു കായിക പ്രേമിയാണ്. അന്നും ഇന്നും ഞാൻ കായിക രംഗത്തെ വളരെയധികം സന്തോഷപൂർവ്വം സമീപിക്കുന്ന ഒരാളാണ്. എനിക്ക് സ്പോർട്സ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇത്രയും വളരെ ആവേശത്തോടുകൂടെ നമ്മുടെ കുട്ടികളെല്ലാം ഈ കളി കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, കുട്ടികളെ, യുവാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ആര് തന്നെ ജയിച്ചാലും സാരമല്ല. സ്പെയിനായാലും ശരി, അർജൻറ്റീനയായാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് എന്താണ് പ്രാധാന്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കളി കാണുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം. നടത്തുന്ന ഓരോ നീക്കങ്ങളും നിങ്ങൾ വളരെയധികം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. നാളെ കായിക ലോകം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഇന്ന് ഈ കളി കാണുന്നുണ്ടെങ്കിൽ ലോകം മുഴുവനും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സമയം നാളെ ഉണ്ടാകണം. ഈ ബൂട്ടണിഞ്ഞ ഓരോ കളിക്കാരും ഈ ഗ്രൗണ്ടിലൂടെ ഓടുമ്പോൾ, ഗോളടിക്കുമ്പോൾ, ഗോൾ പോസ്റ്റ് തടയുമ്പോൾ ഒക്കെ നിങ്ങൾ തീരുമാനമെടുക്കണം. ഞങ്ങളായിരിക്കണം നാളെ ഇതുപോലെ ഗ്രൗണ്ടിലിറങ്ങി കളിക്കേണ്ടത്. കേരളത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഇന്ത്യയുടെ പേര് ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു നാമമായി മാറുന്നതിന് ഞാനൊരു കാരണക്കാരനാകണം. നാളെ എൻ്റെ ദേശീയ ഗാനവും ഇതുപോലെ ഒരു ഗ്രൗണ്ടിൽ മുഴങ്ങി കേൾക്കണമെന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങൾ എടുക്കുകയും മാത്രമല്ല, അതിനുവേണ്ടിയുള്ള കഠിന ശ്രമങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ ലോകവും പ്രപഞ്ചവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വരുന്ന എല്ലാ സർക്കാരും, എല്ലാ ഭാരതീയനും, ലോകത്തുള്ള എല്ലാ ഭാരതീയനും നിങ്ങളോടൊപ്പമായിരിക്കും. ഇന്ന് മെസ്സിയുടെ പേരോ റൊണാൾഡോയുടെ പേരോ ഗ്രൗണ്ടിൽ മുഴങ്ങിക്കേൾക്കുന്നെങ്കിൽ, നാളെ ഒരു ഭാരതീയൻ്റെ പേരായിരിക്കണം മുഴങ്ങിക്കേൾക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ഒരു തീരുമാനം ഇന്ന് നിങ്ങൾ എടുക്കണം. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുണ്ട്. നിങ്ങളുടെ കഴിവുകൾ വളരെ ലഹരിയുടെയോ തെറ്റായ മാർഗത്തിലേക്കോ ഒക്കെ ചാനലൈസ് ചെയ്ത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നാളെ നിങ്ങളുടേതാണ്. നാളെ നിങ്ങളും ഇതുപോലെ കളിക്കുന്നവരാകണം. അങ്ങനെ ഇന്ത്യയും നമ്മുടെ ഭാരതവും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേരണം. നമ്മളും ഒരു കാലത്ത് നമ്മളെ ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കണം. നമുക്കും ഇതുപോലെ ഒരു കപ്പ് നേടണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്. ഈ പ്രകൃതി പോലും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നേറുക. നാളെ നിങ്ങളുടേതാണ്.
അതുകൊണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ ഫുട്ബോൾ കളി കാണുക, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. നാളെ നമ്മുടേതാണ്, നാളെ നിങ്ങളുടേതാണ്. ഓക്കെ, ബൈ.